നമസ്കാരം. ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കു നേരെ സാമൂഹിക മാധ്യമത്തിലൂടെ വധഭീഷണി മുഴക്കിയ യുവാവ് അറസ്റ്റിലായി. പന്തിരിക്കര ചങ്ങരോത്ത് ആശാരിക്കണ്ടി മുഹമ്മദ് ഹാദിയാണ് അറസ്റ്റിലായത്. പെരുവണ്ണാമൂഴി പോലീസ് ഇൻസ്പെക്ടർ പി. അരുൺദാസ്, എസ്.ഐ. കെ. ഖദീജ, പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പേരാമ്പ്രയിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് യുവാവിനെ പിടികൂടിയത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ വിധി പ്രസ്താവിച്ച ആലപ്പുഴ സെഷൻസ് ജഡ്ജി വി.ജി. ശ്രീദേവിയെ വധിക്കണം എന്നുള്ള കുറിപ്പാണ് മുഹമ്മദ് ഷാദി ഫേസ്ബുക്കിലിട്ടതെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പെരുവണ്ണാമൂഴി സ്റ്റേഷൻ ഹൌസ് ഓഫീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം നടത്തിയത്. ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥയായ എസ്.ഐ. കെ. ഖദീജ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ നിർണായകമായത് 8ാം ക്ലാസ്സുകാരിയായ മകൾ ഹൃദ്യയുടെ മൊഴിയായിരുന്നു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ തിരിച്ചറിഞ്ഞ ഹൃദ്യ 15 പ്രതികളിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയായ 8 പേരെയും കോടതി മുറിയിൽ തിരിച്ചറിഞ്ഞിരുന്നു. പ്രതികളെല്ലാം ഒരേ തരത്തിലെ വസ്ത്രം ധരിച്ച് സാക്ഷിയെ കബളിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതായി പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു. പ്രതികൾ മുഖംമൂടി ധരിച്ചാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലെത്തിയത് എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. അത് തെറ്റാണെന്നും പ്രതികളെ താൻ വ്യക്തമായി കണ്ടെന്നും ഹൃദ്യ മൊഴി നൽകി. അച്ഛന്റെ കൊലപാതകം കൺമുന്നിൽ കണ്ടതിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും മുക്തയാകാത്ത ഹൃദ്യ പ്രതിഭാഗത്തിന്റെ ആശയക്കുഴപ്പത്തിനുണ്ടാകുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരം നൽകിയാണ് നേരിട്ട് പ്രതികളെ ചൂണ്ടിക്കാണിച്ചത്. രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് 2021 ഡിസംബർ 19 പുലർച്ചെ 6 മണിയോടെയാണ്. ആയുധധാരികളായ 8 പേർ വീട്ടിലേക്ക് കടന്നുകയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ബഹളം കേട്ട രഞ്ജിത്തിന്റെ അമ്മ വിനോദിനിയും ഭാര്യ ലിഷയും മകൾ ഹൃദ്യയും എഴുന്നേറ്റ് വരുന്നതിനിടയിലാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ പ്രതികൾ വെട്ടിവീഴ്ത്തിയത്. തടയാൻ ശ്രമിക്കുന്നതിനിടെ വിനോദിനിയെ കഴുത്തിന് പിടിച്ചു തള്ളുകയും വടിവാളുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അച്ഛനെ കൊലപ്പെടുത്തുന്ന ഹൃദയഭേദകമായ രംഗത്തെപ്പറ്റി കോടതിയിൽ പല പ്രാവശ്യം ആവർത്തിക്കേണ്ടി വന്നിട്ടും ഹൃദ്യ തളർന്നില്ല. ഹൃദ്യയ്ക്കൊപ്പം വിനോദിനിയും ലിഷയും ഉൾപ്പെടെയുള്ള ദൃക്സാക്ഷികളുടെ മൊഴികൾ പ്രോസിക്യൂഷന് വലിയ തുണയായതായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ പറഞ്ഞിരുന്നു. ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ എന്നിവരടങ്ങിയ അഭിഭാഷക സംഘവും പ്രോസിക്യൂഷൻ സംഘത്തിലുണ്ടായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവം വിധിയായിരുന്നു പ്രതികൾക്ക് കിട്ടിയത്. അതേസമയം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചനാ കുറ്റത്തിനും സാധ്യതയെന്ന് പോലീസ് അറിയിച്ചു. ഇതോടെ പ്രതികളുടെ എണ്ണം 35 ആകും. കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വൻ കരുതലോടെയാണ് പോലീസ് നീങ്ങിയത്. എന്തായാലും രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കുമെതിരെ ആദ്യം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകി പ്രതികൾ ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള നടപടിയായിരുന്നു. 15 പേരായിരുന്നു ഇവർ.